ഹായ്. അപ്പം നമ്മളിപ്പോൾ ഇന്നുള്ളത് ഹോളിസ്റ്റിക് സ്റ്റേ എക്കോ റിസോർട്ട് ആൻഡ് ആയുർവേദിക് റിട്രീറ്റിലാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഈ ഹോളിസ്റ്റിക് സ്റ്റേ റിസോർട്ട് ഉള്ളത് നമ്മുടെ കണ്ണൂർ പൈതൽ മലയിലാണ്. നമ്മുടെ കേരളത്തിലെ വേണമെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ജംഗിൾ റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും ഒരു ഫോറസ്റ്റ് ഏരിയ ഉള്ള ഒരു അടിപൊളി റിസോർട്ടാണ് നമ്മുടെ ഈ ഹോളിസ്റ്റിക് സ്റ്റേ എക്കോ റിസോർട്ടും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് അഡ്വാൻറ്റേജ് ഇതാണ്. മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ കേരളത്തിലും കർണാടകത്തിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വാട്ടർഫോൾസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റിസോർട്ടിൻ്റെ ബൗണ്ടറി കേരള കർണാടക ബോർഡറിലാണ്. ഈ ഒരു വാട്ടർഫോൾസാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ. എന്ന് വെച്ചാൽ ഒരു സൈഡ് കേരളവും ഒരു സൈഡ് കർണാടകമാണ്. അപ്പം നമുക്ക് ഈ ഒരു വാട്ടർഫോൾ ശരിക്കും ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ്. അപ്പം അതും അടിപൊളിയായിട്ടുള്ളൊരു വാട്ടർഫോൾസാണ്. ഇതൊരു ഇവിടുത്തെ ഈ റിസോർട്ടിൻ്റെ പ്രൈവറ്റ് വാട്ടർഫോളാണ് നമ്മുടെ ഈ ഒരു വാട്ടർഫോൾസ് വരുന്നത്. അപ്പം ഇവിടെ വരുന്നവർക്ക് ഇത് ഒരു മെയിനായിട്ടുള്ള വൺ ഓഫ് ദ അട്രാക്ഷൻസാണ്. ഇങ്ങനെ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന വാട്ടർഫോൾസ് നമ്മൾ വേറെ റിസോർട്ടിലൊന്നും കണ്ടിട്ടില്ല. അപ്പം അത്രയ്ക്ക് ഒരു ഫോറസ്റ്റിനുള്ളിൽ നമുക്ക് രണ്ട് സ്റ്റേറ്റുകളുടെ ബൗണ്ടറിയിലൊരു വാട്ടർഫോൾസൊക്കെ തന്നെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു അടിപൊളി ഒരു ഫീല് തന്നെയാണ്. അപ്പം ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ഇത് കൂടാതെ പിന്നെ ഇവിടുത്തെ എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ നമുക്ക് വാൻ ലൈഫ് സ്റ്റേ അവൈലബിൾ ആണ്, ട്രീ ഹൗസ് സ്റ്റേ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് എയർ ഫ്രെയിം ക്യാബിൻസ് അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ. അപ്പം നമ്മുടെ ഈ റിസോർട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ പൈതൽമലയിലാണ്. കണ്ണൂരിലും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് പൈതൽമല. അപ്പോൾ അവിടെയുള്ളൊരു വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടാണ് നമ്മുടെ ഹോളിസ്റ്റിക് സ്റ്റേ റിസോർട്ട്. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു ഫോറസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയയിൽ ഒരു കാം ആൻഡ് ക്വയറ്റ് സ്റ്റേ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു റിസോർട്ട്. ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഈ ഒരു ഫ്രെയിംസാണ്. ഇതിന് നിങ്ങൾ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടി തന്നെയാണ്. ഒരു മല ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ടുകളിലൊന്നാണിത്. ഈ ഒരു റൂം സ്റ്റേ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ള ഒരു റൂം സ്റ്റേസാണ്. ഇതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അത്രയ്ക്ക് ഫീലാണ്. ഇത് കോടയൊക്കെ വന്ന് മൂടിക്കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ഫീൽ ഗുഡ് ഏരിയ തന്നെയാണിത്. അത്രയ്ക്ക് കാം ആൻഡ് ക്വയറ്റ് ഉള്ള ഈ ഒരു മലേനെ ഫേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേയും കാര്യങ്ങളൊക്കെ തന്നെ ആരെയും കൊതിപ്പിക്കും. അതുപോലെ തന്നെ പ്രകൃതി ലവേഴ്സിനും പിന്നെ ഫോറസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടി, കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ് നമ്മുടെ കണ്ണൂർ പൈതൽമലയിലുള്ള ഈ ഹോളിസ്റ്റിക് എക്കോ റിസോർട്ട്. അപ്പം എന്തായാലും കണ്ണൂർ പൈതൽമല അതിലൊക്കെ ഒരു ഫോറസ്റ്റ് സ്റ്റേ പോലത്തെ സ്റ്റേ ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേ തന്നെയാണിത് ഇവിടെ. പിന്നെ ഇത് കൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഫാം ഹൗസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് ഇതിനുള്ളിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, ടെൻറ്റ് ക്യാമ്പ്സ്, അപ്പം അങ്ങനത്തെയുള്ള എല്ലാത്തരം ആക്ടിവിറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓഫ് റോഡ് ജീപ്പ് സഫാരി, വാട്ടർഫോൾസ്, ട്രെക്കിങ്, അപ്പം ഇതൊക്കെ കൂടെ കൂടുന്ന ഒരു അടിപൊളി പാക്കേജ് തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളും അവൈലബിൾ ആണ്. അപ്പം ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് താഴോട്ട് പോകാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ താഴെ നമുക്ക് മെയിൻ എൻട്രൻസ് വേറെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമുക്കിവിടെ ട്രീ ഹൗസുകളുണ്ട്. ട്രീ ഹൗസ് നമുക്കിവിടെ ട്രീ ഹട്ടുണ്ട്, ട്രീ ഹൗസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ വാൻ ലൈഫ് ഇവിടുത്തെ മാത്രം പ്രത്യേകത വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ് നമ്മുടെ ഈ ഹോളിസ്റ്റിക് എക്കോ സ്റ്റേ റിസോർട്ട്. അപ്പോൾ ഇവിടെ വരേണ്ടവർക്ക് നമ്മൾ നേരെ കണ്ണൂർ പൈതൽമല വഴി നമുക്കിവിടെ എത്തിപ്പെടാൻ പറ്റും. പൊട്ടംപ്ലാവ് വഴി പൈതൽമല, കണ്ണൂർ നടുവിൽ പൊട്ടംപ്ലാവ് വഴി പൈതൽമലയാണ് ഇങ്ങോട്ടുള്ള റൂട്ട് വരുന്നത്. ഏകദേശം കണ്ണൂർ ടൗണിൽ 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങോട്ട് അവൈലബിൾ ആണ്. ബസ് വരെ നമുക്കിവിടെ കയറി വരും. അതുകൊണ്ട് റോഡും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഏതുതരം വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. വലിയ 50 സീറ്റ് ബസ് വരെ നമുക്കിവിടെ വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വീതിയുള്ള നല്ലൊരു റോഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ പാർക്കിംഗ് ഏരിയ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള റിസപ്ഷൻ ഏരിയ വരുന്നത്. നമുക്കിവിടെയാണ് ചെക്ക് ഇൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല.
ഇത് വാൻ്റെ അകത്ത് സംഭവം ഈ വാൻ ഇതാണ് ഞാൻ നമ്മൾ പറഞ്ഞ ഇവിടുത്തെ ഈ വാൻ സ്റ്റേ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ വരുന്നവർക്ക് വാൻ സ്റ്റേ വേണ്ടവർക്ക് അതും ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. बेड इस तरह है सेटअप कर रहे हैं सर. सेटअप करने के बाद लीजिए सर, अच्छा लगेगा. हाँ ये रिमोट पे उतार दो. पाँच भी है यार. പിന്നെ എടുത്തു പറയേണ്ട ഈ വാൻ സ്റ്റേയുടെ മുകളിൽ നമുക്കൊരു ടെൻറ്റ് സ്റ്റേ അവൈലബിൾ ആണ്. അതിൻ്റെ വേണ്ടവർക്ക് ഇതിൻ്റെ മുകളിൽ ടെൻറ്റ് സ്റ്റേയും ഉണ്ട്. വാൻ ഹൗസിൻ്റെ മുകളിൽ ടെൻറ്റ് സ്റ്റേ നമുക്ക് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെൻറ്റ് സ്റ്റേയും ഇവിടെ അവൈലബിൾ ആണ്. അതിന് ട്രീ ഹൗസ് അവിടെ നമുക്ക് അവരുടെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ട്രീ ഹൗസ് അവൈലബിൾ ഉണ്ട്. ചോദിക്കട്ടെ. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ദിനോസർ പാർക്കാണ്. ഒരു ദിനോസറിനെ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം അതിവിടുത്തെ മെയിനായിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ക്രിയേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്.
പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഈ ഒരു വ്യൂ ആണ്. നമുക്ക് ഈ ഒരു പോയിൻ്റ് നിന്നിട്ടുള്ള വ്യൂ അതിമനോഹരമാണ്. അതുപോലെ ഇത് നമ്മുടെ ഫ്രെയിം ക്യാബിൻസിൻ്റെ ഒരു ഫേസ് ചെയ്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല കോടമഞ്ഞ് കയറി കഴിയുമ്പം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല കൂൾ ക്ലൈമറ്റാണ് ഇവിടെ. ഉച്ച സമയത്ത് പോലും നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഉച്ച സമയത്താണ്. ഉച്ച സമയത്ത് പോലും നല്ല അടിപൊളി ക്ലൈമറ്റാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്.
പിന്നെ നമുക്കിവിടെ ക്യാമ്പ് ഫയർ ഏരിയ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ വാട്ടർഫോൾസിൽ പോയി കുളിക്കാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഈ വാട്ടർഫോൾസിൻ്റെ മുകളിലുണ്ട്. അത് നമുക്ക് താഴെ നമുക്ക് ഇറങ്ങി താഴെ പോയിട്ട് നാച്ചുറൽ പൂളിൽ കുളിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സ്വിമ്മിംഗ് പൂളും നമുക്കിവിടെ വേറെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ പ്രോപ്പർട്ടിയുടെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഏരിയ നാച്ചുറൽ വാട്ടർഫോൾസ് നമുക്ക് അവൈലബിൾ ആണ്. ചെറിയൊരു പോണ്ട് പോലെ നല്ല കിട്ടില്ല ക്ലൈമറ്റും കിട്ടില്ല തണുത്ത വെള്ളമൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഫെൻസിങ് കാണാൻ പറ്റും. ആനകളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഇതിൻ്റെ അപ്പുറത്തെ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്കിവിടെ പോയി ഇവിടെ എത്തി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കേരള കർണാടക സ്റ്റേറ്റ് വാട്ടർഫോൾസ്. 2 ബൗണ്ടറി ഷെയർ ചെയ്തൊരു വാട്ടർഫോൾസാണിത്. അവർക്ക് മടിയ
പിന്നെ ഇവിടുത്തെ ഫുഡ് എടുത്ത് പറയാനായിട്ട് നല്ല അടിപൊളി മീൽസ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് ഫുഡ് അടിപൊളി. അമ്മാമീസാണത്. അമ്മാമീസ് കിച്ചണിലെ ഫുഡ് അടിപൊളിയാണ്. നല്ല നാടൻ ചിക്കൻ കറി, അച്ചാർ, പപ്പടം, വറവ്, സാമ്പാർ, തോരൻ, ചമ്മന്തി, കിച്ചടി എല്ലാം കൂട്ടിയുള്ള അടിപൊളി ഒരു സദ്യ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് പായസമുണ്ട്. റെസ്റ്റോറൻറ്റിലെ ഫുഡ് എടുത്ത് പറയാനാണ് നല്ല ടേസ്റ്റി ഫുഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അവിടെ നമുക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഔട്ട്ഡോർ ഗെയിംസും ഇവിടെ നമുക്ക് അവൈലബിൾ ഉണ്ട്. നടുവേനലിലോട്ടൊക്കെ വലിയ പാടാതെ
അവർക്ക് മടിയപ്പോൾ